ഹായ് ഓൾ, എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശക്തി സ്വരൂപിണിയും പ്രപഞ്ചമാതാവുമായ ആദിപരാശക്തി ത്രിശൂലധാരിയാണ്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിവയുടെ പ്രതീകമാണ് ത്രിശൂലം. ഈ മൂന്ന് ശക്തികളും ദേവിയിൽ നിക്ഷിപ്തമായിരിക്കുന്നു എന്ന് സാരം. ദേവീപ്രീതിക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മാർഗമാണ് ലളിതാ സഹസ്രനാമ ജപം. ഭഗവതിയുടെ 1000 നാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്തോത്ര സംഗ്രഹമാണ് ലളിതാ സഹസ്രനാമം. മാതൃസ്വരൂപിണിയാണ് ദേവി. ദേവിയുടെ മാതൃസ്വരൂപം വർണ്ണനാതീതമാണ്. മക്കളുടെ വിഷമഘട്ടത്തിൽ അമ്മ ഓടിവന്ന് സമാധാനിപ്പിക്കുന്നത് പോലെ ഭക്തരുടെ ക്ലേശം കണ്ടറിഞ്ഞ് ശാന്തി വരുത്തും. മാതൃപൂജ ഒരു വ്യക്തിയുടെ സകല പാപങ്ങളെയും കഴുകിക്കളയുന്നു. ദേവീ സ്മരണയുണ്ടാവുന്ന നിമിഷം തന്നെ ഭക്തന്റെ മനസ്സിലെ മാലിന്യം ഇല്ലാതാകും. ദേവിയുടെ രൂപഭാവ ഗുണങ്ങൾ വർണ്ണിക്കുന്ന ഈ സ്തോത്രത്തിലെ ഓരോ നാമവും ഓരോ മന്ത്രങ്ങളാണ്. മറ്റ് സഹസ്രനാമങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ലളിതാ സഹസ്രനാമത്തിലെ ഒരു നാമം പോലും ആവർത്തിക്കപ്പെടുന്നില്ല. ശ്രീമാത എന്നു തുടങ്ങി ലളിതാംബിക എന്ന നാമത്തിൽ ഈ സഹസ്രനാമം പൂർണ്ണമാകുന്നു. അതായത് എല്ലാം അമ്മയിൽ നിന്ന് ആരംഭിച്ച് അമ്മയിൽ തന്നെ ലയിച്ചു ചേരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ലളിതാ സഹസ്രനാമം നിത്യവും പാരായണം ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളും അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ലളിതാ സഹസ്രനാമ ജപത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിൽ കയറുന്ന നിരവധി സംശയങ്ങൾ ഉണ്ടാവാം. നാമം ചൊല്ലുമ്പോൾ തെറ്റിയാൽ കുഴപ്പമുണ്ടോ? രാവിലെ തന്നെ ചൊല്ലണോ? ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ദോഷമുണ്ടോ? അതിനെല്ലാം തന്നെ ഒരൊറ്റ ഉത്തരമേയുള്ളൂ. അമ്മയെ സ്നേഹിക്കുന്നതിന് സമയമോ കാലമോ നോക്കേണ്ടതില്ല. ഭഗവതിയെ മാതൃസ്വരൂപമാക്കി കരുതി എപ്പോൾ വേണമെങ്കിലും ധ്യാനിക്കാം. എപ്പോൾ എത്ര തവണ ചൊല്ലുന്നു എന്നതിലല്ല, എങ്ങനെ ചൊല്ലുന്നു എന്നതിലാണ് പ്രാധാന്യം. രാമരാമ എന്നത് മരാമര എന്ന് ചൊല്ലിയ കാട്ടാളൻ വാൽമീകി മുനിയായതും രാമായണം രചിച്ചതും ഓർക്കുക. ഭക്തിയാണ് പ്രധാനം. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ അറിയാതെ വരുന്ന അക്ഷരത്തെറ്റുകൾ ഭക്തിയുടെ മുന്നിൽ നിർവീര്യമാകും. നിത്യവും ജപിച്ചാൽ മനസ്സ് ശാന്തമാവുകയും ഏതു പ്രതിസന്ധികളെയും നേരിടാനുള്ള മനക്കരുത്ത് ലഭിക്കുകയും ചെയ്യും. അർത്ഥം അറിഞ്ഞ് ജപിക്കുന്നത് ഇരട്ടി ഫലം നൽകും എന്നാണ് പറയുന്നത്. തിരക്കു പിടിച്ച ജീവിതത്തിനിടയിൽ അരമണിക്കൂർ ലളിതാ സഹസ്രനാമം ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ ലളിതാ സഹസ്രനാമ ധ്യാനം മാത്രമായും ചൊല്ലാവുന്നതാണ്. ദേവീ കടാക്ഷവും ഭാഗ്യവും ഉണ്ടെങ്കിൽ മാത്രമേ നിത്യവും ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി അടുത്തതായിട്ട് ലളിതാ സഹസ്രനാമം എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്ന് നോക്കാം. ശരീരശുദ്ധിയോടെ നിലവിളക്ക് കൊളുത്തിവെച്ച് ഭഗവതിയെ ധ്യാനിച്ചുകൊണ്ട് ജപം ആരംഭിക്കാം. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ, സന്ധ്യയ്ക്ക് പടിഞ്ഞാട്ടോ വടക്കോട്ടോ തിരിഞ്ഞു നിന്ന് ചൊല്ലാം. മനസ്സ് എപ്പോഴും ഏകാഗ്രമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. നാമം ചൊല്ലുന്നതിന് മുന്നിലായി ഭഗവതിയുടെ ചിത്രം, കുങ്കുമം, ഏതെങ്കിലും പുഷ്പം എന്നിവ വയ്ക്കുക. ശ്രദ്ധ പതറാതിരിക്കാനും ദേവീസ്വരൂപം മനസ്സിൽ തെളിഞ്ഞു നിൽക്കാനും ഇതുമൂലം സാധിക്കും. നാമപാരായണ ശേഷം ഭഗവതിക്ക് മുന്നിൽ നമസ്കരിച്ച് കുങ്കുമം തൊടുന്നതും പൂവ് ശിരസിൽ ചൂടുന്നതും വളരെ ഉത്തമമാണ്. മംഗല്യവതികളായിട്ടുള്ള സ്ത്രീകൾ ദശപുഷ്പങ്ങളിൽ ഒന്നായിട്ടുള്ള മുക്കുറ്റി പുഷ്പമായി ചൂടുന്നത് ഭർത്തൃസൗഖ്യത്തിനും പുത്രഭാഗ്യത്തിനും ഉത്തമമാണ്. നിത്യവും ചൊല്ലാൻ സാധിക്കാത്ത പക്ഷം പൗർണമി, അമാവാസി, വെള്ളിയാഴ്ച എന്നീ ദിനങ്ങളിൽ ചൊല്ലാൻ ശ്രമിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ മന്ത്രം ഈണത്തിലോ താളത്തിലോ ചൊല്ലരുതെന്നാണ് പ്രമാണം. ഇതിനു വേണ്ടി രാഗവും ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ ഒരു തട്ടത്തിൽ ചുവന്ന പട്ട് വിരിച്ച് ഇതിൽ നിലവിളക്ക് കൊളുത്തിവെച്ച് ലളിതാ സഹസ്രനാമം ചൊല്ലി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തിയാൽ ശ്രീചക്ര പൂജയുടെ ഫലം ചെയ്യുമെന്നാണ് വിശ്വാസം. ശ്രീചക്രം മഹാലക്ഷ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഈ പൂജ സർവൈശ്വര്യത്തിനായിട്ടാണ് നടത്തുന്നത്.
ഇനി നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ജപിക്കുന്നതിനേക്കാൾ കുടുംബത്തോടെ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. രോഗശാന്തി വരുത്തുവാനും നെഗറ്റീവ് ഊർജം നീക്കാനും ഇത് ഏറെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവും ലഭിക്കും. ശരീരശുദ്ധി വരുത്തി വേണം ജപിക്കുവാനായിട്ട്. മനസ്സ് ഏകാഗ്രമായിട്ട് ജപിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്. നിത്യവും ഈ നാമം ജപിക്കുന്ന വീട്ടിൽ അന്നത്തിനോ വസ്ത്രത്തിനോ കുറവുണ്ടാകില്ലെന്നാണ് വിശ്വാസം. ഇനി തെറ്റുകൾ കഴിയുന്നതും ഒഴിവാക്കി വേണം ജപിക്കുവാനായിട്ട്. തുടക്കത്തിൽ തെറ്റുകൾ വന്നാലും പിന്നീട് ശീലമാകുന്ന സമയത്ത് തെറ്റുകൂടാതെ ഇത് ജപിക്കുവാനായിട്ട് സാധിക്കും. ഇത് ജപിക്കുന്നതിന് മുന്നേ ആയിട്ട് ഗായത്രി മന്ത്രം 8 തവണ ജപിക്കുന്നതും വളരെ ഉത്തമമാണ്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഞാൻ എല്ലായ്പ്പോഴും പറയുന്നതാണ്. മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് വെറും നിലത്തിരുന്നു കൊണ്ട് ജപിക്കാനായിട്ട് പാടുള്ളതല്ല. ഒന്നുകിൽ പലകമേൽ ഇരുന്നു കൊണ്ടോ അല്ലെങ്കിൽ പൂജാമേറ്റിന്റെ മുകളിൽ ഇരുന്നു കൊണ്ടോ വേണം മന്ത്രങ്ങൾ ജപിക്കാനായിട്ട്. എത്ര പറഞ്ഞാലും തീരാത്ത പുണ്യമാണ് ശ്രീ ലളിതാ സഹസ്രനാമ പാരായണത്തിലൂടെ ലഭിക്കുന്നത്. മനഃശുദ്ധി, ശത്രുസംഹാരം, ദുഷ്ടഗ്രഹദോഷ നിവാരണം, വിവിധ ജന്മങ്ങളിൽ ആർജിച്ച മഹാപാപനാശം, ഒരിക്കലും നശിക്കാത്ത ഭക്തി, കീർത്തി, അഭിവൃദ്ധി, മനോധൈര്യം, ദൈവ പിതൃ കുലദൈവ അനുഗ്രഹം, സർവത്ര ജ്ഞാനലാഭം, 4 വേദങ്ങളും പഠനം ചെയ്ത പുണ്യം, ദേവീക്ഷേത്രം പണിത പുണ്യം, പിതൃതർപ്പണ പുണ്യം, അന്നദാന പുണ്യം, എല്ലാ വ്രതങ്ങളും നോറ്റ പുണ്യം, കന്യാദാന പുണ്യം, അശ്വമേധയാഗ പുണ്യം, ഓർമ്മശക്തി, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഫലം ലഭിക്കാൻ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നിത്യേന ഭക്തിയോടെയും ശ്രദ്ധയോടെയും ശ്രീ ലളിതാ സഹസ്രനാമ പാരായണം. ചുരുക്കി പറഞ്ഞാൽ ഈ സ്തോത്രം എന്നും പാരായണം ചെയ്യുന്ന വീട്ടിൽ ദാരിദ്ര്യവും രോഗദുരിതവും ഉണ്ടാവുകയില്ല. ഐശ്വര്യം വർദ്ധിക്കും, ക്ലേശങ്ങൾ അകലും, ജാതകദോഷം, ഗ്രഹപ്പിഴ ദോഷങ്ങൾ എന്നിവ വിഷമിപ്പിക്കില്ല. സന്താന ഭാഗ്യത്തിനും സന്താനങ്ങളുടെ ശ്രേയസ്സിനും വൈദവ്യദോഷം ബാധിക്കാതിരിക്കുന്നതിനും ആയുരാരോഗ്യ സൗഖ്യത്തിനും ലളിതാ സഹസ്രനാമ ജപം ഏറെ നല്ലതാണ്. ലളിതാ സഹസ്രനാമത്തിൻ്റെ അർത്ഥം അറിയാതെ ജപിച്ചാൽ പോലും ഇത്രയേറെ ഫലങ്ങൾ ലഭിക്കും. അപ്പോൾ അമ്മയുടെ ഓരോ നാമവും അർത്ഥമറിഞ്ഞ് ജപിക്കുകയാണെങ്കിൽ പുനർജന്മമില്ലാത്ത മോക്ഷം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതിലെ മന്ത്രഭാഗം ജപിച്ച് വാക്കുകളുടെ ഉച്ചാരണം ശരിയാക്കിയ ശേഷം പദ്യഭാഗം വായിക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും കാരണവശാൽ ഇടക്ക് വെച്ച് നിർത്തുകയാണെങ്കിൽ ദോഷമൊന്നും വരില്ലെങ്കിലും പൂർത്തിയാക്കുന്നതാണ് അത്യുത്തമം. വായിച്ചുകൊണ്ടിരിക്കുന്ന വരി പൂർത്തീകരിക്കുക. പൊതുവെ 100ന്റെ സംഖ്യകളിൽ ജപം മുറിക്കാമെന്നൊരു വിശ്വാസം കൂടിയുണ്ട്. അതായത് 100, 200, 300 തുടങ്ങിയിടങ്ങളിൽ. മറ്റേതൊരു തന്ത്രത്തെക്കാളും മന്ത്രത്തെക്കാളും ശക്തമായിട്ടുള്ള ഒരു മന്ത്രമായിട്ടാണ് ലളിതാ സഹസ്രനാമത്തെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ലളിതാ സഹസ്രനാമം വായിക്കുന്നുണ്ടെങ്കിൽ മുൻജന്മങ്ങളിൽ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കാക്കേണ്ടത്. 6 മാസമോ അതിൽ കൂടുതലോ ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവി നിങ്ങളുടെ വീട്ടിൽ സ്ഥിരമായിട്ട് വസിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ലളിതാ സഹസ്രനാമം പതിവായിട്ട് ജപിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സാധിക്കുന്നവരെല്ലാവരും തന്നെ ലളിതാ സഹസ്രനാമം ജപിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും വന്നു ചേരും. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യാവുന്നതാണ്. നന്ദി.